ഓർമ്മകൾ പലപ്പോഴും ഒരു വലിയ സമ്പാദ്യമാണ്. പോയ കാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള വഴികളാണ്. പലപ്പോഴും ഇതിന്റെ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും ഓരോ വ്യക്തികളെക്കുറിച്ച് മാത്രമല്ല, ആ കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലെ സിനിമയെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓർമ്മയിൽ നിന്നും MG സോമൻ, നമ്മുടെ അതിഥികളായി പ്രിയപ്പെട്ട രഞ്ജി പണിക്കർ സാർ, ജനാർദ്ദൻ ചേട്ടൻ, സാദിഖിക, ഇവരുമായിട്ടുള്ള നമ്മുടെ ഓർമ്മ പങ്കുവെക്കലുകൾ തുടരുകയാണ്. ജനാർദ്ദൻ ചേട്ടൻ ഒരു 70കളുടെ പകുതി തൊട്ട് സോമേട്ടന്റെ ജീവിതാവസാനം വരെയുള്ള ഒരു നീണ്ട സൗഹൃദമായിരുന്നു ജനാർദ്ദൻ ചേട്ടന്റെ. ഈ സോമേട്ടന്റെ ഒരു അഭിരുചികൾ, ചിലര് പാട്ട് കേൾക്കുന്ന ആളുകളുണ്ട്, ചിലര് ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ ഓരോ വ്യക്തികൾക്ക്. അദ്ദേഹത്തിന്റെ ഈ സിനിമ, കഴിഞ്ഞ എപ്പിസോഡിൽ രഞ്ജിയേട്ടൻ പറഞ്ഞു, അദ്ദേഹം സിനിമ ഒരിങ്ങനെ ഒരു ആഘോഷം പോലെ സിനിമയിൽ അഭിനയിക്കുന്നു, അതൊരു പ്രധാന പാഷനായി. സിനിമയിൽ നടനായിരുന്നെങ്കിലും അതിലിങ്ങനെ ഒരുപാട് ഉയരങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന രീതിയിലുള്ള പാഷനൊന്നും കൊണ്ടുവരുന്ന ആളല്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ചില അഭിരുചികൾ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കുമല്ലോ. എവിടെ ഒരു പാഷൻ ഉണ്ടാവില്ല. അതെന്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുള്ളതില്? സോമനെ എനിക്കറിയാവുന്ന സോമൻ മ്യൂസിക്കുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. പാട്ട് വലിയ ഇഷ്ടമുള്ളത്. ആണോ? പാടുമായിരുന്നു. പാടുമായിരുന്നോ? സന്യാസിനി എന്നൊക്കെ പറഞ്ഞ പാട്ട് മനോഹരമായിട്ട് പാടുമായിരുന്നു. ശരി. അതുപോലെ പുള്ളിക്കാരന്റെ ചില സ്പെഷ്യൽ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ചങ്ങളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതൊക്കെ പാടി ഇങ്ങനെ ഭയങ്കരമായിട്ട് മ്യൂസിക് ലവർ. വലിയ ഇഷ്ടം പോലെ കേൾക്കുമായിരുന്നു പാട്ട്. ആണല്ലേ? ഓ, ഒരു പുതിയ അറിവ് കേട്ടോ. പുതിയ അറിവാണ്. ഇതുപോലെ പല അറിവുകളും ഞാൻ തരാം. മറ്റൊന്ന്, ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ആകുമ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ താല്പര്യമായിരുന്നു. രുചികരം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു ശകലം വ്യത്യാസം വെച്ചാൽ ആ പോക്ക് കേസാണ്. സോമേട്ടൻ പ്യൂർ വെജ് ആയിരുന്നു. പ്യൂർ വെജിറ്റേറിയൻ. വെജാണ്, നോൺ വെജ്. ആ കഥ പറഞ്ഞുതരാം. സോമേട്ടൻ വെജിറ്റേറിയൻ ആണ്. കഥ പറഞ്ഞുതരാം. സോമന്റെ അമ്മ 6 പ്രത്യേകത പ്രസവിച്ചു. എല്ലാ കുട്ടികളും മരിച്ചു പോവാണ്. അവസാനം മണ്ണാറശാലയെ കൊണ്ട് ഉരുളകമത്തി വീട് മുഴുവൻ കൂടെ വെജിറ്റേറിയനായി ഉണ്ടായ സന്തതിയാണ് സോമൻ. അതാണ് ആ വീട് വെജിറ്റേറിയനായി ഫുള്ളായി. ഞങ്ങളറിയുന്ന സോമൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇത്രയും കാലം ഞങ്ങൾ വെച്ച് വന്ന അവസാനമായപ്പോൾ അത് എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയാം. എന്നോടൊരു ദിവസം പറഞ്ഞിടാവേ, ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ, എനിക്ക് പൈൽസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ വളരെ പേഴ്സണൽ സാധനമാണ്, പേഴ്സണൽ സംഭവങ്ങളാണ്. അതാ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിലത് ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ചില നാട്ടുമരുന്നുകളാണ്. നാട്ടുചികിത്സ, നാട്ടുവൈദ്യം. ഇത് നാട്ടുവൈദ്യം ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ എനിക്കിതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ബലമുണ്ട്. ഞാൻ പറയണ, നീ ഈ വെജിറ്റേറിയൻ പുറത്ത് നടക്കാതെ ഒരു കാര്യം ചെയ്യുക, മരുന്നാന്ന് വിചാരിക്കുക. ഒരു താറാമുട്ട രാത്രിയിൽ പുഴുകി കല്ലുപ്പിനകത്ത് കുഴിച്ചിടണം. എന്നിട്ട് രാവിലെ ആദ്യം കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കുക. ഡെയിലി വൈകുന്നേരം ഉള്ളി, ചുവന്നുള്ളി ചെറുതായിട്ട് എറിഞ്ഞ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ അത് വറ്റിച്ചൊരു 1/2 ഗ്ലാസ് ആക്കി, ഉള്ളി കഷായമാണ്. പശുമ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി പാലൊഴിച്ച് നല്ലപോലെ ബ്രൗണിഷ് ആകുമ്പോൾ ഇളക്കിക്കൊണ്ടിരുന്ന് അത് നല്ലപോലെ ആറിയ ശേഷം ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് കഴിച്ചുകൊണ്ട് കിടക്കാതെ പറഞ്ഞു. ഇത് ഈ പുള്ളിക്കാരനെ കൊണ്ട് ഒന്ന് തീറ്റിക്കാൻ പോയിട്ട് കൊടുക്കുമ്പോൾ നമ്മള് പറഞ്ഞ് ഇത് പുള്ളി ചെയ്തു. കംപ്ലീറ്റ് മാറിയതുണ്ട്. അത് സംഭവം ഇത് ഒരാൾക്കല്ല, ഞാനത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജേസിക്കൊക്കെ കൊടുത്തു.